ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ക്രിപ്റ്റോ ന്യൂസിനെ കുറിച്ചാണ്. കുറച്ച് ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ്. ബുള്ളിഷ് മാത്രമാണ് ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ. വരാൻ പോണ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ആൾ സീസൺ വന്നുകൊണ്ടിരിക്കുക. ആൾ സീസൺ വന്നു എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട് ആൻഡ് ഫിയർ ഇൻഡെക്സിൽ ഇപ്പൊ ഹൈല നിൽക്കണ്. അപ്പൊ ഹൈനോട് എക്സ്ട്രീം ഹൈക്ക് പോണ്. പിന്നെ എല്ലാത്തര എൻവയോൺമെന്റ് മീൻസ് സാഹചര്യങ്ങളൊക്കെ ക്രിപ്റ്റോനെ അനുകൂലിച്ചിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ട്രംപ് ചൈനയായിട്ടും പിന്നെ വേറെ രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് ഒരു ടെമ്പററി താരിഫ് മീൻസ് റിലാക്സേഷൻ കൊണ്ടുവരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് മീൻസ് അവരുടെ ഒരു കൂടി തീരുമാനിച്ചിട്ട് താരിഫ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ സസ്പെൻഡ് ചെയ്യുക. ബേസിക്കലി അതൊരു നല്ല കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ബുള്ളിഷ് സിഗ്നൽസ് ആണ് കൊണ്ടുവരുന്നത് മാർക്കറ്റിൽ. പിന്നത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്രിപ്റ്റോ പേയ്മെന്റ്സുകളൊക്കെ അവർ 3 ബില്യൺ യൂസേഴ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് യൂസറും ഫേസ്ബുക്ക് യൂസറൊക്കെ ഉണ്ട്. 3 ബില്യണിൽ എത്രയൊക്കെ പോട്ടാന്ന് ആർക്കും അറിയില്ല. ഈ ന്യൂസ് കാരണം കൊണ്ടാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ $105K കടന്നു. അതുപോലെ ബിറ്റ്കോയിൻ പിന്നോട്ട് വലിയതിനനുസരിച്ചിട്ട് ആൾ സീസൺ മീൻസ് ആൾ കോയിന് ഡോമിനൻസും കാണുന്നുണ്ട്. അവിടെ ആൾക്കോയിൻ ഡോമിനൻസ് വരുന്നുണ്ട് ഇപ്പൊ. പക്ഷെ എന്തെങ്കിലുമൊക്കെ അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത, ആൾക്കോയിന് വല്ലാണ്ട് കയറാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പൊ ശരിക്കും ആൾക്കോയിൻ പൊന്തണമെന്നാണ് കാരണം. പിന്നെ എതേറിയം പൊന്തണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയം ടെട്ര അപ്ഗ്രേഡ് വന്നോണ്ടിരിക്കും. ടെട്ര അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാലിഡിറ്റി കോഡൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യുമ്പോൾ യൂസറാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് കൊടുക്കുകയാണ് ബേസിക്കലി. അതൊരു ഘടകമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്യാസ് ഫീ കൊടുക്കുമ്പോൾ നമ്മളല്ല ഗ്യാസ് ഫീ കൊടുക്കുന്നത്. അതിന് പകരം ലെയർ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ലെയർ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും മീൻസ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ ലെയറാണ് ഗ്യാസ് ഫീ കൊടുക്കുക. ഗ്യാസ് ഫീ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സൊക്കെ തീരുമാനിക്കും എങ്ങനെയാണ് ഗ്യാസ് കൊടുക്കപ്പെടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ അവർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് യൂസറിന് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂസർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും. ഇപ്പോൾ യൂസർ എങ്ങനെയാണ് ഡീൽ ചെയ്യണത്, ഏത് അപ്ലിക്കേഷനിലാണ് ഡീൽ ചെയ്യുന്നത്, ആപ്പില് ഡീസെൻട്രലൈസ് അപ്ലിക്കേഷനിൽ ഡീൽ ചെയ്യുന്നതനുസരിച്ച് യൂസർ ഇപ്പോൾ യൂട്യൂബ് പോലത്തെ ഒരു അപ്ലിക്കേഷനിലാണ് ഡീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഗ്യാസ് ഫീ പോവില്ല. അതിന് പകരം അത് കുറേയൊക്കെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് അബ്സോർബ്. പിന്നെ വേറെ പ്രീമിയത്തിന്റെ പകരത്തില് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർ വലിക്കും കാശ്, ഗ്യാസ് ഫീ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് വലിക്കും. അപ്പൊ കുറച്ചുകൂടി ഫങ്ഷണാലിറ്റീസ് കൂടും അതായത്. അപ്പൊ ഇനി പണ്ടത്തെ പോലെ ഗ്യാസ് ഫീ യൂസേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി സ്മാർട്ട് കോൺട്രാക്ട് ഫങ്ഷണാലിറ്റി കൊണ്ടുവരണം. വാലിഡിറ്റിക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനിയൊരു ആപ്പുകൾക്ക് ഇനിയൊരു ഡെവലപ്പേഴ്സിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അവർ ഡീൽ ചെയ്യാൻ പറ്റും. മീൻസ് ഇത് മാത്രമല്ല, എതേറിയത്തില് മാത്രമായി അവർക്ക് ഗ്യാസ് ഫീ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേറെ ടോക്കൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടോക്കൺസിന്റെ ഇതൊക്കെ അനുസരിച്ച് അതിന്റെ യൂട്ടിലിറ്റിനെ ചുറ്റിയിട്ടില്ലേ അതിനനുസരിച്ച് അതൊന്ന് ഗ്യാസ് ഫീ എടുക്കാനൊക്കെ പറ്റും. മനസ്സിലായോ? അതൊക്കെ ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് ഒക്കെ അനുസരിച്ചിരിക്കും, എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചിട്ട്. പക്ഷെ കൂടുതൽ ഫങ്ഷണാലിറ്റീസ് കൊണ്ടുവരാണ് പെട്ര ചെയ്യണത്. പിന്നെ ഇതിന്റെ വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് 32 to എത്രയോ ഇത് സൈസ് കൂട്ടി. സൈസ് മീൻസ് സ്റ്റേക്ക് ചെയ്യാനില്ലേ. അപ്പൊ സ്റ്റേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടർ വാലിഡേറ്റേഴ്സിന് മീൻസ് അവർക്ക് വലിയ ഇതുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു തുക അവർക്ക് ഇനി വാലിഡേറ്റ് ചെയ്യാം. 32 ആയിരുന്നു പണ്ടത്തെ ബാറ്. പക്ഷെ ആ ബാറ് കാരണം കൊണ്ട് അവർക്ക് ഈ സിസ്റ്റത്തിന് സ്കെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. 32 എത്രയാ 500,000 അതിന് മേലെ വലിയൊരു തുകയാണ്. അത്രയും അവർ ഇനി സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മീൻസ് കുറച്ച് കൂട്ട ആൾക്കാർക്ക് കണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. അപ്പൊ ഇത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ സെൻട്രലൈസേഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സെൻട്രലൈസേഷൻ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് അവർ സ്കെയിലബിലിറ്റി സോൾവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു ബെറ്റർ അപ്ഗ്രേഡില് ഒരു ഗുണമാണ് ബേസിക്കലി. പിന്നെ ഫങ്ഷണാലിറ്റിയും ഈ ഒരു ഘടകവും ആണ് മെയിൻ പോയിന്റ് പെട്ര അപ്ഗ്രേഡ്. പിന്നെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബിറ്റ്കോയിൻ വല്ലാത്ത രീതിയിൽ കയറാനുള്ള സാധ്യതയാണ് ഇനി ഉള്ളത്. ഒരു പോയിന്റ് എത്തി, മനസ്സിലായോ?
ബിറ്റ്കോയിൻ ഈ ബുൾ റണ്ണിൽ എത്രയാ 180K 200K ഒക്കെ അടിക്കാനുള്ള സാധ്യത. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ എതേറിയം ഇപ്പൊ $2500 കടന്നു. $2800 $600. അതിപ്പോ എന്തായാലും $4000-5000 ഒക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കിടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ര അപ്ഗ്രേഡ് കഴിഞ്ഞു. അവര് വളരെ ട്വീക്സുകൾ വരുത്തുന്നുണ്ട് എതേറിയം ബോക്സിന്റെ. പിന്നെ മെയിൻ സ്ട്രീം അഡോപ്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാന ഇൻഫ്ലോസ് ബിറ്റ്കോയിനിലേക്ക് വരുന്നുണ്ട്. മീൻസ് ബ്ലാക്ക് റോക്കിന്റെ ETF കണ്ടമാന ഇൻഫ്ലോസ് വരുന്നുണ്ട്. അപ്പൊ ആൾക്കാര് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ്സ് വളരെയധികമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം ഇത് ഉപയോഗിക്കാൻ. ഏത് ബിറ്റ്കോയിന് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ബിറ്റ്കോയിൻ ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ ഭൂട്ടാനിലൊക്കെ അവര് ബിറ്റ്കോയിന്റെ സ്ട്രാറ്റജിക് റിസർവിൽ അവര് കൊണ്ടുവരും. പിന്നെ പല സ്ഥലത്തും ബിറ്റ്കോയിൻ യഥാർത്ഥ യൂട്ടിലിറ്റി മീൻസ് ബിറ്റ്കോയിൻ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലായി വരും എല്ലായിടത്തും. എല്ലായിടത്തും ഒരു മെയിൻ സ്ട്രീം അഡോപ്ഷന്റെ ഒരു സൂചനയാണ്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഭയങ്കര നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഭയങ്കര സ്പീഡിൽ കത്തി കയറുന്നത് മെയിൻ സ്ട്രീം ആവാം. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ 20 വർഷം മുമ്പ് നമ്മൾ സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ നല്ല അടിപൊളി സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ യൂസ്ഡ് ആയി. നിങ്ങൾ ആലോചിച്ച് ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റം വരാം. നമ്മുടെ ജീവിതം തന്നെ മാറിയത്. മീൻസ് നമ്മൾ അത്രയും കാശ് ഉണ്ടാക്കിന്ന് വരാം ഒരു വർഷം. ഞാൻ പറഞ്ഞ ഒരു വർഷം കൊണ്ടുള്ള കാര്യം. മീൻസ് ഒരു വർഷമല്ല, 2-3 മാസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്രയും കാശ് ഉണ്ടാക്കി. ആർക്കറിയാം. മീൻസ് ആ ലെവലെത്തി. പക്ഷെ നമുക്ക് ഇപ്പോഴും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നീങ്ങുക. പക്ഷെ എന്നാലും നമ്മള് ഒരു ഇതൊക്കെ കാര്യങ്ങളിലായി. മാർക്കറ്റ് അതിന്റെ രീതിയിൽ കയറുന്നുണ്ട്. മീൻസ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ Web3 വന്നു. അപ്പൊ ഇനി ശരിക്കുള്ള യൂട്ടിലിറ്റി ഉള്ള പ്രൊജക്ടുകളാണ് ഇനി വരാൻ പോണത്. മനസ്സിലായി? മീൻസ് യഥാർത്ഥ യൂട്ടിലിറ്റി. ഈസി മണിയുടെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിൾ കഴിയണം. എന്നാലും മാത്രം മീൻസ് ഈ സൈക്കിൾ കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈസി മണി കിട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും ഈസി മണിയുടെ കാലം. എല്ലാ പ്രൊജക്ടുകളും നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ആവലാഞ്ച്, കാർഡൻ, ബിറ്റ്കോയിൻ, എതേറിയം ഇവരൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പൊ കയറ്റാൻ കയറുന്നുണ്ട്. സൊളാന പണ്ടത്തെ പോലെ തന്നെ $176 വലിയ മെച്ചമൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ടോപ്പ് 100 കോയിൻ ഇതൊക്കെ മെച്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ. വാൾഡ് സീസൺ വരുന്നുണ്ട്. മീൻസ് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഇപ്പോഴും ഒരു ഇതിലാണ്. എന്നാലും ഇൻവെസ്റ്റർ സെന്റിമെന്റ് അടിപൊളിയായിട്ട്. പിന്നെ ഒരു കറക്ഷൻ മേക്ക് ചെയ്യാനുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ ഈ അപ്ഗ്രേഡില് പെട്ര അപ്ഗ്രേഡില് 32 സ്റ്റേക്ക് ചെയ്യാനില്ലേ. 32 എതേറിയം സ്റ്റേക്ക് ചെയ്യാനുള്ള ഇത് ലിമിറ്റ് അത് 2048 ആകും. വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽസുകൾക്ക് കൂടുതൽ സ്റ്റേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടാണ്. കുറച്ച് വെയിൽസ് കണ്ടമാനം എതേറിയം ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സെൻട്രലൈസേഷൻ റിസ്ക് ഒക്കെ ഉണ്ടാകും. സ്കേലബിലിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറെ സോൾവ് ചെയ്യുന്നവര് ഈ വക അപ്ഗ്രേഡ്. പിന്നെ കോയിൻ ബേസിന്റെ കാര്യം പറഞ്ഞു. കോയിൻ ബേസ് ഡെറിവേറ്റ് വാങ്ങി. ഇത് വാങ്ങിയ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീൻസ് കുറച്ച് എക്സ്ചേഞ്ചിന്റെ കയ്യിലില്ല. മീൻസ് എല്ലാവരും ലിക്വിഡിറ്റിയും കുറച്ച് സെൻട്രലൈസ്ഡ് ആയിട്ട് മാറും. മീൻസ് കുറച്ച് ഫുഡ് എക്സ്ചേഞ്ചിൽ ആയിട്ട് നിൽക്കും. മനസ്സിലായോ? എന്നുവെച്ചാൽ കോയിൻ ബേസ് പിന്നെ കോയിൻ ബേസ് കുറെ മേജർ പ്ലേയേഴ്സിനെ വാങ്ങിയ ലിക്വിഡിറ്റി അവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ വരാനുള്ള സാധ്യതകളുണ്ട്. മീൻസ് സെൻട്രലൈസ് എക്സ്ചേഞ്ച് അല്ല. അപ്പോൾ അവർ വേറെ കുറെ എക്സ്ചേഞ്ചുകളും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ മീൻസ് ലിക്വിഡിറ്റി കുറച്ച് എക്സ്ചേഞ്ചുകളിലില്ല. മീൻസ് സെൻട്രലൈസ്ഡ് ആയിട്ട് എക്സ്ചേഞ്ചുകളിൽ നിൽക്കും. ഇതൊരു പ്രശ്നമാണ്. ഡീസെൻട്രലൈസേഷൻ നറേറ്റീവിനെ പെർസ്പെക്റ്റീവ് നോക്കണമെങ്കിൽ. പിന്നെ ഫിൻടെക് കമ്പനീസുകൾ കുറച്ചുകൂട്ട ഫിൻടെക് കമ്പനികളാണ് ഇപ്പോൾ സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ നോക്കുന്നത്. മീൻസ് വലിയ വലിയ ഫിൻടെക് കമ്പനികൾ പേയ്പാലൊക്കെ ഉണ്ട്. എല്ലാവരും ഇറങ്ങിയേക്കാണ് ഈ കളിക്ക്. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ബോൺസ് ഒക്കെ വാങ്ങിയിട്ടാണ്. മീൻസ് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ്. മീൻസ് ഷോർട്ട് ടേം
പണ്ടത്തെ പോലെ. ആസെറ്റ് ആണോ എന്നൊക്കെ വെച്ചിട്ട് ആൾക്കാര് അവിടേക്ക് പോകും വാങ്ങാനുള്ള. അതാണല്ലോ എൻ്റെ നോഷൻ. ഇപ്പൊ തൽക്കാലത്തേക്ക് ആൾ സീസണിലേക്കാണ് പോണെന്ന് എൻ്റെ ഒരു പ്രഡിക്ഷൻ അല്ല, ഇപ്പൊ അങ്ങനെയാണ്. ഇനി വല്ല ട്രംപിന്റെ ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് ആൾ സീസണിലേക്ക് പോകാണ്ടാവുള്ളൂ. നമ്മളെന്തായാലും ചിരിപ്പിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളെന്തായാലും ചിന്തിച്ചിരിക്കുക. ആൾ സീസൺ വരുമ്പോ നമുക്ക് കാശിടാം, മീൻസ് നമ്മൾ കാശുണ്ടാക്കാൻ നമുക്ക് പോവാം, മീൻസ് കഴിഞ്ഞു കഴിയും. പക്ഷെ പറഞ്ഞു വരുന്ന എത്ര ഉള്ളൂ, ഇപ്പൊ തൽക്കാലത്തേക്ക് എൻവയോൺമെന്റ് ഒക്കെ വക്കിയാണ്, അടിപൊളിയാണ്. മീൻസ് ആൾ സീസണിന്റെ എൻവയോൺമെന്റ് വെക്കില്ല, ആൾ സീസൺ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മീൻസ് മെയിൻ സ്ട്രീം അഡോപ്ഷന്റെ ഒരു ഇത് കാണുന്നുണ്ട്, സൂചന അല്ല എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്ന 4-5 വർഷത്തിന് ശേഷം എല്ലാവരുടെ കയ്യിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ക്രിപ്റ്റോ ഉപയോഗിച്ചിട്ട് ഇപ്പൊ സ്റ്റേബിൾ കോയിൻസ് തന്നെ നോക്ക്. നിങ്ങൾക്ക് വേറെ സൈഡിലേക്ക് വേറെ രാജ്യത്തേക്ക് അയക്കാൻ കോസ്റ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് അയക്കാൻ ചീപ്പായിട്ട്. പണ്ടത്തെ പോലെ സ്വിഫ്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അയക്കും, നിങ്ങൾ കോസ്റ്റ് സേവ് ചെയ്യും. നിങ്ങൾ ഭയങ്കര ചീപ്പായിട്ടല്ല, ലോകം ഭയങ്കര യുണൈറ്റഡ് ആണ്, മീൻസ് ഗ്ലോബലാണ്. നമുക്ക് എല്ലായിടത്തേക്കും സാധനം ചീപ്പായിട്ട് എത്തിക്കാം, ചീപ്പായിട്ട് ഫൈനാൻസസ് ഒക്കെ ചെയ്യാം. അപ്പൊ മീൻസ് ഇത് ക്രിപ്റ്റോ കൊണ്ടാണ് നമ്മൾ ഇത് സാധിക്കുന്നത്. പിന്നെ അവിടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റേബിൾ കോയിൻസ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ. അപ്പൊ ലോകം എല്ലാം കൊണ്ടും നന്നായി വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ്. പക്ഷേ നന്നായി വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കൂടുതലാണ് പണ്ടത്തെക്കാട്ട്. പക്ഷെ പെട്ടെന്നൊക്കെ ഓപ്പർച്യൂണിറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും കൂടുതലാണ് ഇപ്പൊ പണ്ടത്തെക്കാട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ. അവിടെ കുറച്ചുകൂടി ആൾക്കാർക്കുള്ളൂ, പക്ഷെ അവർ കൂടുതലായിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നില്ല. മീൻസ് കറക്റ്റ് ഗ്യാപ്പ് കണ്ടാൽ മാത്രം നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാനേ പറ്റുള്ളൂ. രക്ഷപ്പെടാന്ന് വെച്ചാൽ കണ്ണാനെ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാത്തതിന് അത്ര കാശുണ്ടാക്കില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയ കൂടുതൽ ആൾക്കാർ കാശുണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഈ മാർക്കറ്റിൽ, ക്രിപ്റ്റോ മാർക്കറ്റിൽ. അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് മീൻസ് അത്രയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ആൾക്കാർ നേരത്തെ കയറണമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കാറില്ല, മീൻസ് ഞാൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ക്രിപ്റ്റോന്റെ ജീവിതമായിട്ട് മാറ്റിയിട്ടില്ല, അതായത് രീതിയിൽ നടക്കുന്നു. വലിയ രീതിയിൽ കാശുണ്ടാക്കിയ ഹാപ്പി, അത്രേ ഉള്ളൂ. മീൻസ് അത്രേ ഉള്ളൂ. വേറെ സമയത്ത് വേറെ പണികൾ ചെയ്യുക, അങ്ങനെ. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം, പിന്നെ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത വീഡിയോ പറഞ്ഞാൽ ഗുഡ് നൈറ്റ്. ശരി.